ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ എന്ന് പറയുന്നത്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹൂതികൾക്കും ആശങ്കയുണ്ട്. ഹൂതി വിമതർ വലിയ തോതിൽ ഗാസയിലെ വംശഹത്യക്കെതിരെ അഹോരാത്രം പോരാട്ടം നടത്തുകയാണ്. അവർക്കറിയാം അവരുടെ ശക്തിക്കൊരു ലിമിറ്റുണ്ട്, അവരുടെ ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും അവർ ആത്മവീര്യം ചോരാതെ മരണം വരെയും നീചന്മാരായ ഇസ്രയേലിലെ സൈന്യത്തോട് പോരാടാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് മൊസാദിനെ ഏറ്റവും അധികം വലയ്ക്കുന്ന സംഭവം. എന്നാൽ അപ്രതീക്ഷിതമായി ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായതുകൊണ്ട് മാത്രമല്ല, ഇറാൻ്റെ മാത്രമല്ല റഷ്യയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ സഹായം പലതോതിൽ ആഭ്യന്തര സഹായം ഉൾപ്പെടെ നൽകാൻ തീരുമാനിക്കുന്നു. അമേരിക്കയുടെ ശക്തമായ വിലക്കിനെയൊക്കെ മറികടന്ന് റഷ്യയും ഫ്രാൻസും ശക്തമായി പ്രോക്സി ഗ്രൂപ്പുകൾക്ക് കൂടി സഹായം നൽകുന്ന രീതിയിലേക്ക് മുന്നേറുകയാണ്. കാരണം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഗാസ മോചിപ്പിക്കപ്പെടണം. ഫലസ്തീൻ എന്ന രാജ്യം അത് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കേണ്ടി വരണം. അതിനുവേണ്ടിയാണ് സുരക്ഷാ സമിതിയിൽ റഷ്യയും ഫ്രാൻസും ഒക്കെ കൈകോർത്ത് നിൽക്കുന്നത്. കെയർ സ്റ്റാമർ എന്ന UK പ്രധാനമന്ത്രിയും ആ ആവശ്യം ഒരു ന്യായമായ കാര്യമാണ് എന്ന് പൊതുമധ്യത്തിൽ വിളിച്ചു പറഞ്ഞ് അമേരിക്കയുടെ അപ്രീതി സമ്പാദിച്ചിരിക്കുകയാണ്. പക്ഷേ അമേരിക്ക എന്തോ പറയട്ടെ, അമേരിക്കയുടെ ശരികൾ അല്ല ലോകരാജ്യങ്ങളുടെ ശരികൾ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഫ്രാൻസും റഷ്യയും. ഹൂതി വിമതർ നടത്തുന്ന പോരാട്ടം എന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അവർ ആക്രമിക്കുകയല്ല, അവർ പ്രത്യാക്രമണം നടത്തുകയാണ്. അവരെ ഏകപക്ഷീയമായി തുരത്തിക്കളയാമെന്നാണ് മൊസാദിൻ്റെ നീക്കമെങ്കിൽ ഇറാനിലെ സൈനികരെ, പ്രത്യേകിച്ച് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ തച്ചുടയ്ക്കാൻ, അവരെ തകർത്ത് തരിപ്പണമാക്കാൻ രഹസ്യ സ്പൈകളെ വെച്ചതുപോലെ മൊസാദിന് വേറെ രീതിയിൽ നുഴഞ്ഞു കയറാൻ, ഇൻഫിൽട്രേറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് വെറുതെയാണ് എന്ന് യഹിയ സാരി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഏജന്റുകൾ കൃത്യമായി ഇസ്രയേലിനകത്ത് കടന്നു കയറി ഇസ്രയേലിലെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളെല്ലാം തകർക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിന് ക്ഷേമം പരിപൂർണമായി കിട്ടിയില്ലെന്ന് വരാം, എന്നാൽ ഇസ്രയേൽ സമാധാനത്തോടെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കില്ല. ഇസ്രയേൽ ഇനി അധിക നാൾ മുന്നോട്ടും പോകില്ല. ഇസ്രയേലിലെ ജീവിതം ദുരിതപൂർണമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് വീണ്ടും വീണ്ടും യഹിയ സാരി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇത് വല്ലാതെ മനം പിടിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ മുമ്പിൽ, അതല്ലെങ്കിൽ സർവ്വ പ്രതീക്ഷകളും അറ്റു നിൽക്കുന്നവരുടെ മുമ്പിൽ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവൻ ഏത് രീതിയിലാണ് അവൻ്റെ റിയാക്ഷൻ എന്നത് ചിന്തകൾക്കും അപ്പുറമായിരിക്കും. ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ യമൻ വിചാരിച്ചാലും കഴിയുമെന്നാണ് യഹിയ സാരിയുടെ വമ്പൻ പ്രഖ്യാപനം.